അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, കാക്കത്തൊള്ളായിരം ഇസങ്ങളും പ്രസ്ഥാനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളുമൊക്കെ അരങ്ങുവാഴുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിലാണെങ്കിലും ഒട്ടും കുറവില്ലാത്ത വിധം ധാരാളം സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, മത, വിദ്യാഭ്യാസ, നവോത്ഥാന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഒരുപാടുണ്ട്. ഈ കൂട്ടത്തിൽ മുസ്ലിം സമുദായത്തിലേക്ക് വന്നാൽ ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളെയും പ്രതിനിധീകരിക്കുന്ന വിഭാഗമാണ് സുന്നികൾ. അഹ്ലുസുന്നത്തി വൽ ജമാഅ, മുഹമ്മദ് നബിയും സ്വഹാബത്തും അവർ കൊണ്ടുവന്ന അതേ ധാരയിൽ ഗമിച്ചു പോകുന്ന വിഭാഗങ്ങളെയാണ് സുന്നികൾ എന്ന് പറയുന്നത്. ആ സുന്നികൾ പല സംഘടനാ വിഭാഗീയതകളുടെ പേരുകളിൽ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആശയത്തിൽ അവരെല്ലാവരും ഒന്നാണ് എന്നത് നിസ്തർക്കമായ കാര്യമാണ്. അവിടെ അള്ളാഹുവിൻ്റെ കിതാബിൽ തർക്കമില്ല, അതിൻ്റെ ആശയങ്ങളിൽ തർക്കമില്ല. മുൻഗാമികളായ ഇമ്മത്തുകൾ, ഇമാമുകൾ വിശദീകരിച്ചു വിവരിച്ചു തന്ന ആശയതലങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യയെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചും അവിടുത്തെ ഹദീസുകളെ അവലംബിക്കുന്ന മാർഗങ്ങളെക്കുറിച്ചുമൊന്നും തർക്കങ്ങളില്ല. മദ്ഹബിൻ്റെ വൈജാത്യങ്ങൾക്കപ്പുറത്ത് സുന്നി ആശയങ്ങളിലുള്ളവർ മുഴുവനും ഒറ്റക്കെട്ടായി നിൽക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടാണ്, സ്വാഭാവികമാണല്ലോ, മനുഷ്യനിർമ്മിതമായ സംഘടനകളാകുമ്പോൾ അഭിപ്രായാന്തരങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ നിലക്കുള്ള ചില വ്യത്യാസങ്ങളുടെ പേരിൽ പല ഭാഗങ്ങളായി സംഘടിച്ചു എന്നതിനപ്പുറം സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രബോധനത്തിലും പ്രസരണത്തിലുമൊക്കെ ഒരേ രൂപവും ഭാവവും ഒക്കെ സ്വീകരിക്കുന്നവരാണ്. എന്നാൽ വ്യത്യസ്ത രീതികളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ അവലംബിക്കുമ്പോഴും ആശയത്തിലും ആദർശത്തിലും അടിസ്ഥാനപരമായി ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിക്കപ്പെട്ട സംഘടനകളാണ് സുന്നി സംഘടനകൾ. കേരളത്തിലേക്ക് വന്നാൽ പ്രധാനമായും 4 സുന്നി സംഘടനകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, EK വിഭാഗവും. അതുപോലെ EK വിഭാഗത്തിൽ നിന്ന് പിൽക്കാലത്ത് സംഘടനാപരമായ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ മറ്റൊരു സംഘടന രൂപീകരിച്ച് സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ആദരണീയനായ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള AP വിഭാഗം. മറ്റൊന്ന്, സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ, സമസ്തയുടെ തന്നെ ഉന്നത ശീർഷനായ പണ്ഡിതനായിരുന്ന സ്വതഖത്തുല്ലാഹ് ഉസ്താദ്, സമസ്തയുടെ മുഷാവറ അംഗമായിരുന്നു, സമസ്തയുടെ അധ്യക്ഷ സ്ഥാനത്ത് പോലും ഇരിക്കാൻ യോഗ്യനായിരുന്ന, അതിൻ്റെ നേതൃതലങ്ങളിലെല്ലാം വിരാജിച്ചിരുന്ന മഹാനായ സ്വതഖത്തുല്ലാഹ് ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം സംഘടനയിൽ നിന്ന് മാറി നിൽക്കുകയും രൂപീകരിക്കുകയും ഒക്കെ ചെയ്ത സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ, അതുപോലെ ദക്ഷിണ കേരളത്തിൽ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ. ഇങ്ങനെ കേരളത്തിൽ 4 വിഭാഗങ്ങളായി, 4 സംഘടനകളായി സുന്നികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഐക്യപ്പെടേണ്ട സമയങ്ങളിൽ, ഐക്യപ്പെടേണ്ട സാഹചര്യങ്ങളിലെല്ലാം ഒരുമയോടുകൂടെ നിൽക്കാൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് മുൻപും കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകം പറയേണ്ടത്, ഈ സുന്നി ആശയധാരയിലുള്ളവർ മാത്രമല്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒന്നിച്ചിരുന്നിട്ടുള്ളത്. ഈ സംഘടനകളുടെയൊക്കെ ആവിർഭാവ ലക്ഷ്യം എന്ന് പറയുന്നത് ബിദ്അത്തിനെ പ്രതിരോധിക്കുക എന്നതായിരുന്നുവല്ലോ. പുത്തനാശയക്കാരെ പ്രതിരോധിക്കാനും ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൻ്റെ പടിക്ക് പുറത്തു നിർത്താനും അഹോരാത്രം പരിശ്രമിച്ച സംഘടനകളാണ്. എന്നാൽ പോലും ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു പൊതു പ്ലാറ്റ്ഫോമിന് പോറലേൽക്കും വിധം ഭരണകൂട ഭാഗത്തു നിന്നോ അതല്ലാതെയോ വരുന്ന ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടി വേദി പങ്കിടുകയും പരസ്പരം ഐക്യമുണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ബിദ്അത്തുകാരുമായിട്ട് പോലും ഈ സംഘടനകളെല്ലാം. അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള ശാഖാപരമായ അഭിപ്രായാന്തരങ്ങൾ കൊണ്ട് മാത്രം മാറി നിൽക്കുന്ന ഈ പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഐക്യപ്പെടാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ആവശ്യമില്ല. ബിദ്അത്തിനോട് പോലും ഇസ്ലാം എന്ന് പറയുന്ന പൊതു പ്ലാറ്റ്ഫോമിൽ പോറലേൽക്കുന്ന സാഹചര്യത്തിൽ ഐക്യപ്പെടാമെങ്കിൽ പിന്നെ എന്താണ് ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങൾക്ക് സംഘടനാപരമായി ലയിക്കാൻ കഴിയുന്നില്ലെങ്കിലും സംഘടനാപരമായി അഭിപ്രായാന്തരങ്ങൾ നിലനിൽക്കെ തന്നെ ആശയത്തിൽ ഒന്നു നിന്നുകൊണ്ട് പ്രവർത്തന വീതിയിൽ, പ്രബോധന വീതിയിൽ ഒന്നായി പ്രവർത്തിച്ചുകൂടാ? സ്വാഭാവികമായ ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഐക്യത്തെ ഭയക്കുന്ന പലരും എക്കാലവും ഇവർ പിണങ്ങി നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയുമാണ്. ചരിത്രം കൂടുതൽ ആഴത്തിലേക്ക് പഠിച്ചിറങ്ങിപ്പോയാൽ ദൗർഭാഗ്യകരമായ പിളർപ്പ്, സമസ്തയിലുണ്ടായ പിളർപ്പ് 1980 കാലഘട്ടങ്ങളിലെ കലുഷിത സാഹചര്യങ്ങളുടെ മർമ്മങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചേർന്നുകൊണ്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ചാൽ ഇന്നും സുന്നികൾ ഐക്യപ്പെടാതിരിക്കാൻ, ഇന്നും സുന്നികൾ പരസ്പരം ഒന്നുചേരാതിരിക്കാൻ ആരാണോ പണിയെടുത്തത്, ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് പുറകിലും അവരുടെ കറുത്ത കരങ്ങളെ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും.
സുന്നികൾ ഇവിടെ ഐക്യപ്പെട്ടാൽ പിന്നെ ആർക്കാണ് ഇവിടെ പ്രയാസമുണ്ടാവുക? സ്വാഭാവികമാണല്ലോ, ബിദ്അകൾക്കാണ്. സുന്നികൾ എക്കാലത്തും വിഘടിച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പണിയെടുക്കുന്നവരും ഇവിടുത്തെ ബിദ്അത്തിന്റെ കക്ഷികളാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ ബിദ്അത്തിന്റെ കക്ഷികൾക്ക് സ്വാധീനമുള്ള മേഖലകളിലെല്ലാം, അവർക്ക് സ്വാധീനമുള്ള ആളുകളെല്ലാം ദുരുപയോഗം ചെയ്തുകൊണ്ട് സുന്നികളെ പരസ്പരം അകറ്റി നിർത്താനുള്ള പ്രവർത്തനങ്ങളിൽ അവർ കർമ്മനിരതരാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ അടുത്ത് നടന്ന സുന്നി ഐക്യ സമ്മേളനത്തിന്റെ ഒരു കാഹളം പോലെ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കലൂരിൽ വെച്ച് നടന്ന സമ്മേളനം, 4 സംഘടനകളും സുന്നി സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തിയ ആ ഒരു സമ്മേളനം, അതിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയെ പ്രതിനിധീകരിക്കുന്ന അതിൻ്റെ ജനറൽ സെക്രട്ടറി തൊടിയൂർ ഉസ്താദ് അവർകൾ അവസാന സമയത്ത് അതിൻ്റെ അവസാന ലാപ്പിൽ പിന്മാറിയത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അതുപോലെ അദ്ദേഹത്തിൻ്റെ സംഘടനയിലെ മുഷാവറ അംഗങ്ങളിൽ നിന്നും പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തികഞ്ഞ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയത് എന്നാണ്. ഇപ്പോഴും സമ്മർദ്ദ ശക്തികൾ അവരുടെ പ്രവർത്തനങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നു. പലരും ഈ കാലഘട്ടത്തിലെ ബലഹീനതകൾ പലരും അതിനൊക്കെ വശംബദ്ധരായി പോകുന്നു എന്നും മനസ്സിലാക്കുന്ന രൂപത്തിലാണ് തൊടിയൂർ ഉസ്താദിന്റെ പിന്മാറ്റത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ സംഘടനയിലെ മുഷാവറ അംഗങ്ങൾ മാത്രമല്ല, ആ നാട്ടിലെ സുന്നികളെ സുന്നി ആശയം നെഞ്ചേറ്റിയവരൊക്കെ ആ സമ്മേളനത്തിലേക്ക് വരാൻ ആഹ്വാനം നടത്തുകയും അതിൻ്റെ സൗകര്യങ്ങളിൽ, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ, പ്രചാരണങ്ങളിലൊക്കെ പങ്കാളികളാവുകയും ആ പരിപാടി വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു എന്നതും നമുക്ക് കാണാൻ സാധിച്ച സംഗതിയാണ്. മറ്റുള്ള സംഘടനകൾ നോക്കൂ നിങ്ങൾ, ആദരണീയരായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം ഈ സുന്നി സംഘടനകളുടെ, സുന്നികളുടെ അതുപോലെ ഈ പൊതു ഐക്യത്തെ എങ്ങനെയാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്? നമുക്കൊന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ഐക്യം കാത്തു സൂക്ഷിക്കുവാൻ, ഐക്യത്തോടെ പ്രവർത്തിക്കുവാൻ, സമുദായത്തിന്റെ ഐക്യം തകർക്കുന്ന ഒരു പ്രവർത്തനങ്ങളിലും നമ്മൾ ഭാഗമാക്കാകരുത്. പല പ്രകോപനങ്ങളൊക്കെ ഉണ്ടാവും പലതിൻ്റെ പേരിലും. പക്ഷെ അവിടെയൊക്കെ സാമുദായിക ഐക്യം പ്രധാനമാണ് നമ്മൾ മനസ്സിലാക്കുക. സഹോദര സമുദായങ്ങളുമായിട്ട് സൗഹാർദ്ദം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. വോട്ടാണോ അധികാരമാണോ വേണ്ടത്? അതല്ല ഐക്യവും സാഹോദര്യവുമാണോ വേണ്ടത് എന്ന് ചോദ്യം നേരിടേണ്ടി വന്നാൽ നിങ്ങൾ പറയണം, ഞങ്ങൾക്ക് ഐക്യവും സൗഹാർദ്ദവുമാണ് ആവശ്യം എന്ന് പറയുവാൻ സാധിക്കണം. അതിനെ നിലനിൽപ്പുണ്ടാവുള്ളൂ. ഐക്യവും സൗഹാർദ്ദവും ഉണ്ടായാൽ വോട്ട് താനെ വന്ന് മറിഞ്ഞുകൊണ്ടിരിക്കും. അത് വോട്ട് പോകുന്നു വിചാരിച്ചിട്ട് ഐക്യം തകർക്കാൻ ആരും ശ്രമിക്കരുത്. അങ്ങനെ വല്ലവരും ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക. കേട്ടല്ലോ, വോട്ടല്ല നമുക്ക് പ്രധാനം, നമുക്ക് ഐക്യമാണ് പ്രധാനം എന്ന സന്ദേശമാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു ഭാഗത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരു കാലത്ത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പിണങ്ങി നിന്നു എന്നതിൻ്റെ പേരിൽ എക്കാലവും അവർ തമ്മിൽ പിണങ്ങി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ബുദ്ധിശൂന്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഈ ഐക്യത്തെ ഭയക്കുന്ന ഒരു സമൂഹമുണ്ട് എന്നത് എല്ലാവരും തിരിച്ചറിയേണ്ട സംഗതിയാണ്. അതുകൊണ്ടാണല്ലോ വലിയൊരു സമ്മേളനം കേരളീയ പൊതുസമൂഹം നോക്കിക്കണ്ട വളരെ ബൃഹത്തായ ഒരു സന്ദേശം സമൂഹത്തിന് കൈമാറുന്ന ഒരു സമ്മേളനത്തിൻ്റെ പരാജയത്തിന് വേണ്ടി, അതിൻ്റെ പരിപാടികളെല്ലാം ആസൂത്രിതമായ നിലക്ക് മുടക്കുന്നതിന് വേണ്ടി പണിയെടുത്ത ആളുകളെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഐക്യത്തെ ഭയപ്പെടുന്നവർ ആരോ അവരുടെ സ്വാധീന മേഖലകൾ കൃത്യമായി അവിടെ ദുരുപയോഗം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് പരിപാടി വൻ വിജയമാക്കാനാണ് നമുക്ക് കഴിഞ്ഞത്. നോക്കൂ, ഈ വിഷയത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കുളത്തങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മൾ ഉൾക്കൊള്ളിക്കണം. അത് ആളുകളെ നോക്കേണ്ട ആവശ്യമില്ല. അത് അയാൾ നമ്മൾക്ക് എതിരിൽ പറഞ്ഞാണല്ലോ അല്ലെങ്കിൽ പറയാത്ത ആളാണല്ലോ, ഇതിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ വിഭാഗീയത ഇല്ലാതെ നമുക്ക് പരസ്പരം നമ്മൾ ഒന്നിച്ചു കൊണ്ടിട്ട് ഒരേ ശബ്ദത്തിലായിക്കൊണ്ടാവണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. കാരണം സുന്നത്ത് ജമാഅത്തിന് ഇന്ന് സുന്നി ഐക്യം ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കാരണം ഇന്നലേക്ക് സുന്നത്ത് ജമാഅത്തിന് നാനാഭാഗത്തുനിന്ന് അതിനെ കൊത്തി വലിക്കുമ്പോൾ അതിനുള്ള സുന്നി ആശയമുള്ളതായ സംഘടനകൾ സംഘടനാപരമായിട്ട് നമുക്ക് ചിലപ്പോൾ യോജിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷെ ആശയത്തിൽ നമ്മൾ യോജിക്കണം. ആ നിലയ്ക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ഇതിൽ വരുന്നതായ എല്ലാ ശക്തികൾക്കെതിരിലും നമ്മളെന്താവണം, ശക്തമായി നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക തന്നെ വേണം. ഇതൊരു ചെറിയൊരു സംഗതിയായിട്ട് കണക്കാക്കി അദ്ദേഹവും പറഞ്ഞു വെക്കുന്നത് ഐക്യ സന്ദേശമാണ്. ഐക്യ സന്ദേശത്തിന്റെ കാഹളമാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. നേരെ ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാർ, AP വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന അതിൻ്റെ ആത്മാവും പരമാത്മാവും ഒക്കെയായ നേതാവ്, അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ് ഈ ഐക്യത്തെക്കുറിച്ച്? ഞങ്ങളും പുറത്തേക്കൊന്നും ഐക്യം വേണം. എല്ലാ ഐക്യവും എന്ന് പറഞ്ഞാൽ ആശയത്തിലുള്ള ഐക്യത്തിന് യാതൊരു നിർവാഹവും ഇല്ല. ആശയം പിഴച്ചു പോയാൽ അതിനോട് ഐക്യപ്പെടാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. എന്നാൽ ഇൻഷാ അല്ലാഹ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകരും അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, സമത്താക്കൽ പിടർന്നു പോയി, മറ്റതായി പോയി, മറിച്ചതായി പോയി, ആര് പിടർന്നാലും എവിടെ പിടർന്നാലും
അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഒരൊറ്റ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിനെ തകർക്കാൻ ആരും നോക്കണ്ട, ഒരിക്കലും ആർക്കും സാധിക്കുകയില്ല. കേട്ടല്ലോ, അവരും സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ആരോടും അടിയറവ് പറയാനില്ല. ആ വന്യവയോധികനായ മനുഷ്യൻ ഈ പ്രായാധിക്യത്തിലും അദ്ദേഹത്തിൻ്റെ സകല ഊർജവും എടുത്തുകൊണ്ട് ആവേശത്തിരമാലയെത്തിയിട്ടാണ് തൻ്റെ നേതൃത്വം അംഗീകരിക്കുന്ന മുന്നിലിരിക്കുന്ന അനുയായികളോട് പറഞ്ഞത്, ആദർശ വിഷയത്തിൽ ഒരു കോംപ്രമൈസുമില്ല, അല്ലാത്ത വിഷയങ്ങളിൽ പരസ്പരം ഐക്യപ്പെടുന്നതിനോട് ആരും തടസ്സമല്ല. അദ്ദേഹം ആ വാതിൽ തുറന്നിട്ടു. പിന്നെ ഇപ്പോഴും ഐക്യസന്ദേശമൊക്കെ പറയുമ്പോൾ പലരും പറയുന്നുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വ്യാജമായി കൊണ്ടുവന്ന മുടിയെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു എന്ന്. അവരോടൊക്കെ പറയാനുള്ളത് ആദരണീയരായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ മറുപടിയാണ്. ഒരു കാലത്ത്, അത് അടുത്ത കാലത്താവട്ടെ, സമീപ കാലത്താവട്ടെ, വിദൂര കാലത്താവട്ടെ, എപ്പോഴാണെങ്കിലും കാര്യകാരണ സഹിതം പല വിഷയങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്, വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, ആരോഗ്യപരമായ സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ചില ശുഭകരമല്ലാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഒരു കാലത്ത് അങ്ങനെ നിന്നോ എന്നതിൻ്റെ പേരിൽ എക്കാലവും ഈ സമുദായം ഇങ്ങനെ തന്നെ നിൽക്കണമെന്ന് വാശി പിടിക്കുന്നത് ആരാണെന്ന് പരിശോധിച്ചാൽ ഈ സുന്നി ഐക്യ സന്ദേശം ദഹനക്കേടുണ്ടാക്കുന്നത് ആർക്കാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നോക്കൂ, പ്രധാനപ്പെട്ട സംഘടനയാണല്ലോ സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ. അതിൻ്റെ ജനറൽ സെക്രട്ടറി, അതിൻ്റെ നായകൻ, അതിൻ്റെ സാരഥി ബഹുമാനപ്പെട്ട നജീബ് മൗലവി കാന്തപുരം. അദ്ദേഹത്തിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സുന്നത്ത് വൽ ജമാഅത്തിന്റെ സത്യമായ ആദർശ പ്രചരണ രംഗത്ത് സത്യസന്ധമായി നിൽക്കാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം നിൽക്കുന്നവരോടൊപ്പം അതിൽ സഹകരിക്കുകയും വേണം. സമസ്തക്കാരെ നടത്തിയാലും എപിക്കാരെ നടത്തിയാലും ഈക്കക്കാരെ നടത്തിയാലും മറ്റാര് നടത്തിയാലും വഹാബിസത്തിനെതിരുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടിയുള്ള പ്രചാരണമാണെങ്കിൽ ആ പ്രചാരണത്തിന്റെ ഒപ്പം നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിൽക്കണം. അദ്ദേഹവും പറഞ്ഞു വെക്കുന്നത് ഈ ഐക്യത്തെക്കുറിച്ചാണ്. സുന്നികളുടെ ആശയപരമായ കാര്യങ്ങളിൽ, ആദർശപരമായ കാര്യങ്ങളിൽ ഒന്ന് ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിയാൽ സ്വാഭാവികമായും 10ഓളം അതിലേറെ പള്ളികൾ മൗഖൂഫായ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സുന്നി ആശയത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകാൻ വഖഫ് ചെയ്യപ്പെട്ട 10-11ഓളം പള്ളികൾ കോഴിക്കോട്ടെ അങ്ങാടിയിൽ മാത്രം പിടിച്ചടക്കപ്പെടുകയും വിദഅകൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നത് വളരെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട കാര്യമാണ് സമൂഹത്തിന്. അത്തരക്കാരെയൊക്കെ സമൂഹം തിരിച്ചറിയാനും നഷ്ടപ്പെട്ടു പോയ വഖഫ് സ്വത്തുകൾ പിടിച്ചെടുക്കാനും അത് സുന്നി ധാരയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും സുന്നികളുടെ നാനോന്മുഖമായ വളർച്ചയ്ക്കും വികാസത്തിനുമൊക്കെ വേണ്ടി പ്രവർത്തിക്കാനും ഈ ഐക്യം ഉപകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് ആ ഐക്യ സന്ദേശവുമായി നേതാക്കൾ പോകുന്ന കാലത്തോളം അവർക്ക് പിന്നാലെ അച്ചടക്കമുള്ള അനുയായികളായി ഈ സമൂഹം തുടരും. അതിൽ ആർക്ക് ദഹനക്കേടുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. ആ ദഹനക്കേട് മുഴുവനും ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ ഉമ്മത്തിന് തർക്കമില്ല. ഉമ്മത്തതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എല്ലാവരും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നല്ലതാണ് എന്ന് മാത്രം സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്.